അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കോളംസ് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാം. ഇപ്പം നമുക്ക് ഈ മോഡൽ വ്യൂവിൽ നിന്നിട്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കോളംസ്, അതായത് മെയിൻ ആയിട്ടും ഹൈഡ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഇൻവാലിഡ് ആയിട്ടുള്ള ഫീൽഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഹൈഡ് ചെയ്ത് വെക്കാം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അത് നമുക്ക് മോഡൽ വ്യൂ എന്ന് പറയുന്ന ഇതിൽ ഹൈഡ് ചെയ്ത് വെക്കാം. പക്ഷെ അത് റിപ്പോർട്ട് വ്യൂവിലായിരിക്കും ശരിക്കും അത് ഹൈഡ് ആവുന്നത്. മോഡൽ വ്യൂവിൽ നമ്മൾ ഹൈഡ് ചെയ്താലും അത് ഡാറ്റ വ്യൂവിലും മോഡൽ വ്യൂവിലും അത് നമുക്ക് എന്താ ഇങ്ങനെ വന്ന് കിടക്കും. പക്ഷെ റിപ്പോർട്ട് വ്യൂവിൽ അത് ശരിക്കും ഹൈഡായി കിടക്കും. റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് ആ ഒരു കോളം കാണാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്ന വെച്ച് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഇൻവാലിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതോ മീൻസ് ഇറലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഫീൽഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെക്കുന്നത് കൂടുതൽ എന്താ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഹൈഡ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അതെങ്ങനെ ഹൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളുടെ പവർ ബി ഓപ്പൺ ചെയ്യാം. മോഡൽ വ്യൂ കണ്ടോ, ഇതാണ് റിപ്പോർട്ട് വ്യൂ. ഇതിൽ ആദ്യം കിടക്കുന്നതാണ് റിപ്പോർട്ട് വ്യൂ, രണ്ടാമത്തെ ടേബിൾ വ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞത് റിപ്പോർട്ട് വ്യൂ, ടേബിൾ വ്യൂ, മോഡൽ വ്യൂ. അപ്പം ഈ മോഡൽ വ്യൂവില് ഇപ്പം ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, പ്രൊഡക്റ്റ് സബ് കാറ്റഗറീസ് ലുക്കപ്പ് എന്ന് പറയുന്ന ടേബിളിലെ ഏതാ സബ് കാറ്റഗറി നെയിം ഞാൻ ഇവിടെ ഹൈഡ് ചെയ്ത കണ്ടോ, ഈ ഐക്കൺ ആണ് ഹൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എന്താ ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഏത് കോളാണോ ഹൈഡ് ചെയ്യേണ്ടത് അവിടെ പോയി റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഹൈഡ് ഇൻ റിപ്പോർട്ട് വ്യൂ സെലക്ട് ചെയ്യുക. കണ്ടോ, ഇവിടെ ഇപ്പൊ ഇത് ഓൾറെഡി ഹൈഡ് ആയി. പക്ഷെ നമുക്ക് ഈ മോഡൽ വ്യൂവില് ഇതിങ്ങനെ കാണാൻ പറ്റും, ടേബിൾ വ്യൂവിലും കാണാം. ടേബിൾ വ്യൂവിൽ ഏത് ടേബിൾ ആയിരുന്നു, പ്രൊഡക്റ്റ് സബ് കാറ്റഗറി ലുക്കപ്പ്. ഓക്കെ, ഇവിടെയും കാണാം ഇങ്ങനെ ഹൈഡ് ആയിരിക്കുന്നുണ്ട്. പക്ഷേ റിപ്പോർട്ട് വ്യൂവിൽ ചെല്ലുമ്പോഴെന്താ നമുക്ക് ആ ഒരു കോളം കാണാൻ പറ്റില്ല. ഓക്കെ, പ്രൊഡക്റ്റ് സബ് കാറ്റഗറി. ഓക്കെ, കണ്ടോ, ഇവിടെ ആകെ 2 കോളേ വന്നിട്ടുള്ളൂ. നമ്മൾ ഹൈഡ് ചെയ്ത കോളം നമുക്കിവിടെ റിപ്പോർട്ട് വ്യൂവിൽ കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത കോളം നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്കത് റിപ്പോർട്ട് വ്യൂവിൽ കാണേണ്ടി വരില്ല. അതായത് റിപ്പോർട്ട് വ്യൂ എന്ന് പറയുന്നത് എന്താ, നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുന്ന ആ ഒരു പേജാണ്, ആ ഒരു ഇന്റർഫേസ് ആണ് റിപ്പോർട്ട് വ്യൂ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത കോളംസ് ഹൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ.